പാകിസ്ഥാൻ കരസേന മേധാവി അസീം മുനീറിനെ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം പാകിസ്ഥാൻ ക്യാബിനറ്റ് അംഗീകരിച്ചു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെയാണ് ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകുന്നത്. വിശദാംശങ്ങളുമായി ഐസൻ ജോസ് ചേരുകയാണ്. ഐസൻ, പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ കരസേനാ മേധാവി അസീം മുനീറിന് ഇപ്പോൾ ഫീൽഡ് മാർഷലായി സ്ഥാനക്കയറ്റം നൽകിയിരിക്കുകയാണ്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണ് എന്ന് ഒരിക്കൽ കൂടി സമ്മതിക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഒപ്പം ചില ചോദ്യങ്ങളും ഉയർത്തുകയാണല്ലേ? തീർച്ചയായും സുരേഷ്, ഈ അസീം മുനീർ എന്ന് പറയുന്ന പാകിസ്ഥാൻ്റെ കരസേനാ മേധാവി നിരവധി വിവാദപരമായ പരാമർശങ്ങൾ നടത്തുകയും അത്തരത്തിൽ അത് വാർത്തകളിൽ ഇടം പിടിക്കുകയും ഭാരതത്തിനെതിരായ നിലപാടുകളെക്കുറിച്ച് വളരെ ഭീകരമായ രീതിയിൽ പരാമർശിക്കുകയുമൊക്കെ ചെയ്തതിന് പിന്നാലെയാണ് ഈ പഹൽഗാം ആക്രമണം ഉണ്ടായത്. പഹൽഗാം ആക്രമണം ഉണ്ടായതിന് ശേഷം ഇപ്പോൾ അല്പസമയം മുമ്പാണ് പാകിസ്ഥാനിലെ ക്യാബിനറ്റ് ഈ അസീം മുനീറിനെ ഫീൽഡ് മാർഷലായി പ്രൊമോഷൻ നൽകുന്നത് സംബന്ധിച്ച ഒരു തീരുമാനമെടുത്തത്. 1965 ഫീൽഡ് മാർഷലായി ഇതിനു മുൻപ് പാകിസ്ഥാനിലൊരു നിയമനം നടന്നിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാമതും ഫീൽഡ് മാർഷലായി നിയമിച്ചിരിക്കുകയാണ്. ഈ ഫീൽഡ് മാർഷലായി നിയമിക്കപ്പെടുന്നതിന് വേണ്ടി, ഫീൽഡ് മാർഷൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്, ഭാരതത്തിലൊക്കെ സാമാന്യ ക്ഷയുടെയും കേണൽ കരിയപ്പയുടെയും എല്ലാം കഥകൾ നമുക്കറിയാവുന്നതാണ്. അവരുടെ ധീരോചിതമായ സേവനത്തിന് നൽകുന്ന പരമോന്നതമായ ഒരു ബഹുമതി, പരമോന്നതമായ ഒരു റാങ്കിംഗ് ആണ്. ആ 5 സ്റ്റാർ റാങ്കിംഗ് ആയി ഇതിനെ റാങ്കിംഗ് ആണിത്. ഈ 5 സ്റ്റാർ റാങ്കിംഗ് ലഭിക്കുന്നയാൾ റിട്ടയർ ചെയ്യാതെ, സാമാന്യ ക്ഷയോ അതുപോലെ തന്നെ ഫീൽഡ് മാർഷൽ കരിയപ്പയോ അവരൊക്കെ തന്നെ ഫീൽഡ് മാർഷൽ പദവിയിലെത്തിയതിന് ശേഷം റിട്ടയർമെൻറ്റ് ഉണ്ടാകിയിരിക്കില്ല. ജീവിതകാലം മുഴുവൻ അവർ ആർമിയുടെ പദവിയിൽ തുടരുന്നതാണിത്. റിട്ടയർമെൻ്റ് ഇല്ലാത്ത ഒരു പോസ്റ്റാണ്. അത്തരത്തിൽ വലിയ ഉന്നതമായ പദവി, അവരുടെ മഹത്തായ സേവനം കണക്കാക്കിയാണ് ഈ പദവിയിലേക്ക് ഇവരെ നിയോഗിക്കുന്നത് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. അത്തരത്തിൽ ധീരോദാത്തമായ സേവനം ചെയ്തവർക്ക് വേണ്ടി മാത്രമാണ്, ഭാരതത്തിൻ്റെ ധീരമായ സേവനം ചെയ്തവരെ ഫീൽഡ് മാർഷലുകളായി നിയമിച്ച ചരിത്രം ഭാരതത്തിനുണ്ട്. പക്ഷേ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ പാകിസ്ഥാനെ ആകെ ഒരൊറ്റ ഫീൽഡ് മാർഷലേ ഉണ്ടായിട്ടുള്ളൂ. രണ്ടാമത്തെ ഫീൽഡ് മാർഷലായി ഇപ്പോൾ അസീം മുനീറിനെ നിയമിച്ചിരിക്കുകയാണ്. ഈ അസീം മുനീറിനെ നിയമിച്ച ഫീൽഡ് മാർഷലായി നിയമിച്ചതിൻ്റെ പിന്നിലെ ലക്ഷ്യം തന്നെ പഹൽഗാം ആക്രമണത്തിൻ്റെ ആ ഒരു ധീരമായ പ്രകടനം എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനം ചെയ്യുന്നതിനുള്ളൊരു നീക്കമായിരുന്നു എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. ഈ ആക്രമണം അസീം മുനീർ മുന്നോട്ട് വെച്ച് തന്നെ, അല്ലെങ്കിൽ അതിനുള്ള ഗൂഢതന്ത്രങ്ങൾ മെനഞ്ഞത് തന്നെ ഈ ഒരു പ്രൊമോഷൻ ലഭിക്കുന്നതിനും രണ്ടാമത്തെ പാകിസ്ഥാൻ്റെ ഫീൽഡ് മാർഷലാകുന്നതിനും വേണ്ടിയായിരുന്നു എന്ന ഒരു വലിയ ചോദ്യമാണ് ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ ചില പ്രസ്താവനകൾ, അതിനുശേഷമുള്ള സൈന്യത്തിൻ്റെ ഇടപെടൽ, അതൊക്കെയും ഈ ഫീൽഡ് മാർഷൽ എന്നുള്ള പോസ്റ്റ് ലഭിക്കാനുള്ള ഒരു നീക്കം, ആ രീതിയിലുള്ള ചോദ്യമാണ് ഈ ഘട്ടത്തിൽ ഏറെ പ്രസക്തമാകുന്നത് അല്ലേ? തീർച്ചയായും ഈ പ്രൊമോഷന് വേണ്ടി, ഈ സ്ഥാനക്കയറ്റത്തിന് വേണ്ടിയാണോ ഈ ഭാരതത്തിനെതിരെയുള്ള ഈ ഭീകരാക്രമണത്തിന് ഇയാൾ തുനിഞ്ഞത്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ നീക്കങ്ങളുണ്ടായത് എന്ന അതീവ ഗൗരവതരമായൊരു സംശയമാണ് വരുന്നത്. തീർച്ചയായും, അല്ലെങ്കിൽ ഇത്തരത്തിൽ ആക്രമണം നടന്ന ദിവസങ്ങൾക്കകം തന്നെ, വളരെ ചുരുങ്ങിയ കാലഘട്ടത്തിനുള്ളിൽ, അതായത് പഹൽഗാം ആക്രമണം, പ്രധാനമായും പഹൽഗാം ആക്രമണം നടന്ന് ഒരു മാസം തികയുന്നതിന് മുമ്പ്, സാങ്കേതികമായി ഒരു മാസം തികയുന്നതിന് മുമ്പ് തന്നെ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള ആ ഒരു പ്രപ്പോസൽ ക്യാബിനറ്റ് അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലൊരു നിർദ്ദേശം ക്യാബിനറ്റിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നു. അത് പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അതിൻ്റെ പിന്നിലെ ലക്ഷ്യം ഇത്തരത്തിലൊരു ആക്രമണം നടത്തി, നേരത്തെ പരാമർശിച്ച അന്ന് വിവാദമായ പ്രസംഗങ്ങളിലെ പല ഘടകങ്ങളും പരിശോധിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ചില സൂചനകളെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. അത്തരം സൂചനകളുടെ കൂടി അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴാണ് ഈ പഹൽഗാം ആക്രമണം ഒരു വലിയ ധീരകൃത്യമായി പാകിസ്ഥാൻ നടത്തുന്ന ഒരു വലിയ ധീരപ്രവൃത്തിയായി വ്യാഖ്യാനിക്കുന്നതിന്. അവിടെയാണ് ഈ പഹൽഗാം ഭീകരാക്രമണം സാധാരണക്കാരായ വിനോദസഞ്ചാരികളടക്കം, അല്ലെങ്കിൽ സ്ഥലം എത്തിയ സാധാരണക്കാരായ ആൾക്കാരെയാണ് മതം ചൂണ്ടിച്ചുകൊണ്ട് തോക്കിൻ മുനയിൽ ഇല്ലാതാക്കിയത്. അത്തരത്തിലുള്ളൊരു ഹീനമായ പ്രവൃത്തിക്ക് നേതൃത്വം നൽകി, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് പിന്നാലെ ഇത്തരത്തിലുള്ള അതിക്രമം ഉണ്ടാകുന്നു. സ്വാഭാവികമായും അതിന് നേതൃത്വം നൽകി, അതിന് ചുക്കാൻ പിടിച്ച ഒരു വ്യക്തിക്ക് ഇങ്ങനെയൊരു സ്ഥാനക്കയറ്റം നൽകുമ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ തങ്ങളില്ല എന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാൻ്റെ നീക്കത്തിന് തന്നെ തിരിച്ചടിയാവുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന്, പാകിസ്ഥാൻ അല്ല എന്ന് പലതവണ പലയിടങ്ങളിൽ പറയുന്നുണ്ട് എങ്കിൽ കൂടി അതിൻ്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം പാകിസ്ഥാനാണ് എന്നത് ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതായത് സൈന്യം പൂർണ്ണമായും ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകളെ നിയന്ത്രിക്കുകയും അവർക്ക് സംവിധാനങ്ങൾ ഒരുക്കുകയും, എന്തിനേറെ പറയുന്നു, ഒരു മുൻ സൈനികൻ തന്നെ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഒരു ഭീകരനായി മാറിയിരിക്കുന്നു എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുമ്പോൾ അത് തീർച്ചയായും പാകിസ്ഥാൻ്റെ ഇടപെടൽ സത്യമായി തന്നെ നിലനിൽക്കുകയാണ്, ഒരു വസ്തുതയായി തന്നെ നിലനിൽക്കുകയാണ്. പാകിസ്ഥാൻ അത്
എത്ര കണ്ട് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചാലും അതൊരു വസ്തുതയായി നിലനിൽക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഈ പ്രശ്നം, അതായത് ഇപ്പോൾ ഈ അതിക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ ഈ ഭീകരാക്രമണം ഉണ്ടാകുന്നതിന് പിന്നിൽ നേരത്തെ നടത്തിയ ഈ വംശശുദ്ധീകരണത്തിൻ്റേതുൾപ്പെടെയുള്ള രീതിയിൽ ചില വ്യാഖ്യാനങ്ങൾ വരുന്ന അല്ലെങ്കിൽ വംശശുദ്ധി വരുത്തുന്ന ഒരു വ്യാഖ്യാനങ്ങളെല്ലാം നടത്തുന്ന ഒരു നീക്കം അല്ലെങ്കിൽ ഒരു പ്രസ്താവനയായിരുന്നു നേരത്തെ ഈ അസിം മുനീറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് പിന്നാലെയാണ് ഈ പഹൽഗാം ആക്രമണമെല്ലാം തന്നെ ഉണ്ടാവുകയും അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുകയും ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് തീർച്ചയായും ഇതൊരു സംവിധാനം ഒരുക്കിയത്. ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് അസിം മുനീറിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് സംവിധാനം ഒരുക്കിയതാണോ ഈ ആക്രമണം എന്ന സംശയം വരുന്നത്. അങ്ങനെയെങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ലോക രാഷ്ട്രങ്ങളുടെ മുന്നിൽ പാകിസ്ഥാൻ ഉണ്ടാക്കാൻ വഴിവെക്കുമെന്നതും ഒരു വസ്തുതയാണ്. അത് തന്നെയാണ് യാഥാർത്ഥ്യം. മൈസൻ ജൂസാണ് വിശദാംശങ്ങൾ നൽകിയത്.